ഇവിടെ നിന്നാൽ അമ്മയും അച്ഛനും അവളെ കൊണ്ടുപോകുന്നത് ഉറപ്പായി. ഇനി 3 മിനിറ്റുള്ളൂ. സോ അവൾ പെട്ടെന്ന് പേടിച്ചതുപോലെ അലറി ചൂണ്ടിക്കാട്ടി അവരെന്നെ ഉപദ്രവിക്കാൻ നോക്കുന്നെന്ന് പ്രാന്തിയെപ്പോലെ നടിച്ചു. അവരോട് പോകാനായി പോലീസുകാരോട് പറഞ്ഞു. അവളുടെ ഓവർ ആക്ടിങ് കാരണം അവളൊന്ന് റെസ്റ്റ് എടുക്കട്ടെ, അതിനുശേഷം കൊണ്ടുപോകാമെന്ന് പറയുകയാണ്. ഇവിടെ ഇവർ 9:30 ആയപ്പോഴേക്കും ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. 9:30 കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ഇപ്പോഴാണ് ഒന്ന് ആശ്വാസമായത്. സോ പോലീസുകാരോട് ഇപ്പോൾ കുഴപ്പമില്ല, നിങ്ങളുടെ എല്ലാ സെറ്റിൽമെൻറ്റും അടിച്ചുകൊള്ളാം. ഇത് കേട്ടതും പോലീസുകാർ നാളെ രാത്രി ആവട്ടെ കസ്റ്റഡിയിൽ എടുത്തിട്ട് നാളെ കൊണ്ടുപോകാമെന്ന് പറയുന്നു. 9:30 കഴിഞ്ഞതും ന്യൂസിൽ നഗരത്തിലെ വാണിജ്യ ബാങ്കിൽ നിന്ന് നിയമവിരുദ്ധമായി ഹാക്ക് ചെയ്യപ്പെട്ട് ഏകദേശം $600 ദശലക്ഷം ബാച്ചുകളായി മാറ്റിയെന്ന് അറിയുന്നു. പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിൽ നടപടികളെല്ലാം കഴിഞ്ഞ് അവൾ പാരൻസിനൊപ്പം പോകുമ്പോൾ പിന്നാലെ അവളുടെ കൂട്ടുകാരും ബോയ്ഫ്രണ്ടും കൂടി പോലീസിനെ കൂട്ടിക്കൊണ്ടുവന്ന് ബാങ്കിൽ നിന്ന് 500 മില്യൺ യുവാൻ ട്രാൻസ്ഫർ ചെയ്തത് ഇവളാണെന്ന് ചൂണ്ടിക്കാട്ടി. പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ ശേഷം കൂട്ടുകാരി അവളാണ് ക്യാഷ് അടിച്ചു മാറ്റിയുള്ള തെളിവ് കാട്ടുന്നു. കുറച്ചു നാളുകൾക്ക് മുന്നേ അവൾക്ക് ക്യാഷ് കിട്ടാൻ പോവുകയാണെന്നും അത് കിട്ടിയാൽ അവൾ ഈ നാട് വിട്ട് വേറെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുമെന്ന് പറഞ്ഞുള്ള അവളുടെ വോയിസ് റെക്കോർഡ് കേൾപ്പിച്ചു. തെളിവുകൾ അവൾക്കെതിരെ വന്നതിനാൽ പോലീസ് അവളുടെ കയ്യിൽ വിലങ്ങിടാൻ പോയപ്പോഴേക്കും അവളൊരു ചോദ്യം ചോദിച്ചു. ഇന്നലെ രാത്രി 9 മണിക്കാണല്ലോ ബാങ്കിൽ ഫണ്ട് മോഷ്ടിച്ചത്. ആ സമയത്ത് അവൾ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതെങ്ങനെ ഞാൻ ചെയ്തു എന്ന് തെളിവാകും. സോ പോലീസ് ഉദ്യോഗസ്ഥൻ നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായി പോലീസിനെ വിളിക്കുകയാണ്. നൈറ്റ് ഡ്യൂട്ടി പോലീസ് വന്ന് അവളെ കണ്ടതും അവൾ ഇന്നലെ രാത്രി ചില ഇഷ്യൂ കാരണം അറസ്റ്റ് ചെയ്യുകയായിരുന്നെന്നും നടന്ന എല്ലാ കാര്യം പറഞ്ഞതോടെ ആരും വിശ്വസിച്ചില്ല. അപ്പോൾ ചീഫ് വിളിച്ച് നിങ്ങൾ റോങ് ആയിട്ടുള്ള വ്യക്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, ആ വ്യക്തി ഇന്നലെ പോലീസ് സ്റ്റേഷനിലായിരുന്നു, സമയം വെച്ച് നോക്കുമ്പോൾ അവളല്ല എന്ന് ചീഫ് പറയുമ്പോൾ ഉദ്യോഗസ്ഥർ അവൾ ലൈവിലിട്ട വീഡിയോ കാണുകയാണ്. അതുടനെ ഡിലീറ്റ് ആക്കാനായി പറയുന്നു. എന്നാൽ ഓൾറെഡി ജനങ്ങളിൽ അത് എത്തിയതിനാൽ ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. സോ തെളിവുകൾ കൊണ്ടുവന്നവരെ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്.